നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് LP UP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുമുള്ള ഒരു സെഗ്മെൻറ്റാണ്. അതിന് നമ്മൾ പഠന തന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. സ്റ്റഡി മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റഡീസ് ടാക്ടിക്സ് എന്ന് പറയുന്ന പഠന തന്ത്രങ്ങളാണ് നോക്കുന്നത്. അതിലാദ്യമായിട്ട് വിവിധ തരം പഠന തന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വിവിധ തരം പഠന തന്ത്രങ്ങളാണ് ആദ്യമായിട്ട് നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടൊരു പഠനതന്ത്രമാണ് സംവാദാത്മക പഠനതന്ത്രം എന്ന് പറയുന്നു. ഒന്നാമത്തേത് സംവാദാത്മക പഠനതന്ത്രം, രണ്ടാമത്തേത് ഗവേഷണാത്മക പഠനതന്ത്രം, മൂന്നാമത്തേത് നിർമ്മാണാത്മക പഠനതന്ത്രം, നാലാമത്തേത് സർഗാത്മക പഠനതന്ത്രം, അഞ്ചാമത്തേത് വ്യക്തിഗത പഠനതന്ത്രം, ആറാമത്തേത് സംഘ പഠനതന്ത്രങ്ങൾ. ഇങ്ങനെ 6 തരത്തിലുള്ള പഠനതന്ത്രങ്ങളാണ് ഇവിടെ വിവിധ പഠനതന്ത്രങ്ങളെന്ന് പേരിട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിലാദ്യത്തേതാണ് സംവാദാത്മക പഠനതന്ത്രം എന്ന് പറയുന്നത്. സംവാദാത്മക പഠനതന്ത്രം എന്താണ്? സംവാദാത്മക പഠനതന്ത്രം എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രൈമറി ക്ലാസ്സുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പഠനതന്ത്രമാണ് സംവാദാത്മക പഠനതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന പഠനതന്ത്രമാണ് സംവാദാത്മക പഠനതന്ത്രം എന്ന് പറയുന്നത്. അതിലൊന്ന് ചർച്ചയാണ്. എന്താണ് ചർച്ച എന്ന് നമുക്ക് നോക്കാം അല്ല. ചർച്ച ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്നൊരു പ്രക്രിയയെ ആണ് നമ്മൾ ചർച്ച എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്ന പ്രക്രിയയെ ചർച്ച എന്നാണ് പറയുന്നത്. ചർച്ചകൾ 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ഔപചാരിക ചർച്ചയും രണ്ടാമത്തേത് അനൗപചാരിക ചർച്ചയുമാണ്. ഒന്നാമത്തേത് അനൗപചാരിക ചർച്ച, രണ്ടാമത്തേത് ഔപചാരിക ചർച്ച. അപ്പോൾ ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്ന പ്രക്രിയയെ ചർച്ച എന്നാണ് പറയുന്നത്. 2 തരം ചർച്ചകളുണ്ട്. ഒന്ന് ഔപചാരിക ചർച്ചയും മറ്റേത് അനൗപചാരിക ചർച്ചയുമാണ്. ക്ലാസ് മുറികളിൽ സാധാരണ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചകളെയാണ് അനൗപചാരിക ചർച്ചകളെന്ന് പറയുന്നത്. ക്ലാസ് മുറികളിൽ സാധാരണ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചകളെയാണ് അനൗപചാരിക ചർച്ചകളെന്ന് പറയുന്നത്. അതിൽ സംവാദമുണ്ട്, പാനൽ ചർച്ചകളുണ്ട്, സെമിനാറുകളുണ്ട്, സിംപോസിയമുണ്ട്. ഇവയൊക്കെ ഔപചാരികമായ ചർച്ചാ രൂപങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നവയാണ്. ഇനി നമുക്ക് സംവാദം എന്താണ് എന്ന് നോക്കാം അല്ല. സംവാദം എന്താണ്? സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ യുക്തിസഹമായി അവതരിപ്പിക്കുന്ന ചർച്ചാ രൂപത്തിനെയാണ് നമ്മൾ സംവാദം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. 2 അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ യുക്തിസഹമായി അവതരിപ്പിക്കുന്ന ചർച്ചാ രൂപത്തിനെയാണ് സംവാദം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കുട്ടികളെ പ്രചോദിപ്പിക്കുകയും ശേഷിവികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ആശയവിനിമയ രീതിയാണ് സംവാദം എന്ന് പറയുന്നത്. കുട്ടികളെ പ്രചോദിപ്പിക്കുകയും ശേഷിവികാസത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ആശയവിനിമയ രീതിയെ ആണ് സംവാദം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. കുട്ടികളിൽ വിമർശന ചിന്ത വളർത്തുന്നതിനും ഒരു വിഷയത്തിൻ്റെ വിവിധ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യാനും പ്രാപ്തരാക്കുന്ന പഠന തന്ത്രമാണ് സംവാദം എന്ന് പറയുന്നത്. കുട്ടികളിൽ വിമർശന ചിന്ത വളർത്തുന്നതിനും ഒരു വിഷയത്തിൻ്റെ വിവിധ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യാനും പ്രാപ്തരാകുന്ന പഠന തന്ത്രത്തിനെയാണ് സംവാദം എന്ന് പറയുന്നത്. പഠിതാവിൻ്റെ തദ്ദേശ വിനിമയ ശേഷിയെ വർദ്ധിപ്പിക്കാനും പഠിതാവിൻ്റെ തദ്ദേശ വിനിമയ ശേഷിയെ വർദ്ധിപ്പിക്കാനും പ്രതിപക്ഷ ബഹുമാനം വളർത്താനും സഹായിക്കുന്ന പഠന തന്ത്രത്തിനെയാണ് സംവാദം എന്ന് പറയുന്നത്. പഠിതാവിൻ്റെ തദ്ദേശ വിനിമയ ശേഷിയെ വർദ്ധിപ്പിക്കാനും പ്രതിപക്ഷ ബഹുമാനം വളർത്താനും സഹായിക്കുന്ന പഠന തന്ത്രത്തിനെയാണ് സംവാദം എന്ന് പൊതുവെ പറയുന്നത്. ഇനി സെമിനാറുണ്ട്. എന്താണ് സെമിനാർ എന്ന് നോക്കാം അല്ലേ. സെമിനാർ എന്ന് വെച്ചാൽ എന്താണ്? ആശയങ്ങളുടെ വിശകലനത്തിനും വിശദീകരണത്തിനും സഹായിക്കുന്ന ഒരു നൂതന പഠന തന്ത്രമാണ് സെമിനാർ എന്ന് പറയുന്നത്. ആശയങ്ങളുടെ വിശകലനത്തിനും വിശദീകരണത്തിനും സഹായിക്കുന്ന ഒരു നൂതന പഠന തന്ത്രത്തിനെയാണ് സെമിനാർ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിൽ ഒന്നോ അതിൽ കൂടുതലോ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കുകയും മോഡറേറ്ററുടെയും മറ്റ് സഹപാഠികളുടെയും മുന്നിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് സംവാദം എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിൽ ഒന്നോ അതിൽ കൂടുതലോ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കുകയും മോഡറേറ്ററുടെയും മറ്റ് സഹപഠിതാക്കളുടെയും മുന്നിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയെ ആണ് സംവാദം അഥവാ നമ്മൾ സെമിനാർ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്ന സെമിനാർ. ഇനി ഗവേഷണാത്മക പഠനങ്ങളുണ്ട് അല്ല. 2ാമത്തെ പഠന രീതിയാണ് ഗവേഷണാത്മക പഠനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവേഷണാത്മക പഠനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത്? വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ യുക്തിസഹമായി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രമാണ് ഇത്. ഇപ്പോൾ ഗവേഷണാത്മക പഠനങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ യുക്തിസഹമായി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രമാണ് ഇത്.
ഇനി പ്രൊജക്റ്റ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. പ്രൊജക്റ്റ് എന്താണ് പ്രൊജക്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൊജക്റ്റ് ഒരു പഠന രീതിയായും പഠനതന്ത്രമായും പ്രയോജനപ്പെടുത്തുന്നതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഒരു പഠന രീതിയായും പഠനതന്ത്രമായും പ്രയോജനപ്പെടുത്തുന്നതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അധ്യാപിക പഠന ലക്ഷ്യം നിശ്ചയിക്കുകയും പഠിതാവ് പഠന വിഷയം ആഴത്തിൽ പഠിക്കുകയും സമയബന്ധിതമായിട്ട് തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അധ്യാപിക പഠന ലക്ഷ്യം നിശ്ചയിക്കുകയും പഠിതാവ് പഠന വിഷയം ആഴത്തിൽ പഠിക്കുകയും സമയബന്ധിതമായിട്ട് തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് രീതി അഥവാ പ്രായോഗികവാദ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് രീതി എന്നത് പ്രായോഗികവാദ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബോധന രംഗത്ത് ആദ്യമായിട്ട് പ്രൊജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയ വ്യക്തിയാണ് ജോൺ ഡ്യൂയി എന്ന് പറയുന്നത്. ബോധന രംഗത്ത് ആദ്യമായിട്ട് പ്രൊജക്റ്റ് രീതി ഉപയോഗപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ അതാണ് ജോൺ ഡ്യൂയി. ഇനി നമുക്ക് നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ എന്താണ് എന്ന് നോക്കാം. അല്ലെ, നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ പഠിതാവിൻ്റെ ശാരീരികമായ ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുന്ന പഠനമാണ് നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. പഠിതാവിൻ്റെ ശാരീരികമായ ശേഷി ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന പഠനമാണ് നിർമ്മാണാത്മക പഠനതന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മോഡലുകളുടെ നിർമ്മാണം, അല്ലെ, മോഡലുകൾ നിർമ്മിക്കുക, രൂപങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി, ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ, അല്ലേ, രൂപങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി, ICT പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന സാമഗ്രികൾ. ഇനി നിർമ്മാണാത്മക പഠനതന്ത്രത്തിൻ്റെ മികവുകൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, നിർമ്മാണാത്മക പഠനതന്ത്രത്തിൻ്റെ മികവുകൾ എന്തെല്ലാമാണ്? പഠിതാവിൻ്റെ ഏകാഗ്രതയോടെയുള്ള പ്രവർത്തനം ഉറപ്പാക്കാനാവുന്ന പഠനമാണ് ഇത്. പഠിതാവിൻ്റെ ഏകാഗ്രതയോടെയുള്ള പ്രവർത്തനം ഉറപ്പാക്കാനാവുന്ന ഒരു പഠനമാണ് നിർമ്മാണാത്മക പഠനമെന്ന് പറയുന്നത്. പഠനത്തിൻ്റെ ഭാഗമായിട്ട് മൂർത്തമായ ഉൽപ്പന്നങ്ങൾ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് മൂർത്തമായ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്ന പഠനമാണ് ഈ പഠനമെന്ന് പറയുന്നത്. ഇനിയോ ആത്മവിശ്വാസവും ആനന്ദവും ലഭിക്കുന്ന ഒരു പഠന മാർഗമാണ് ഇത്. ആത്മവിശ്വാസവും ആനന്ദവും ലഭിക്കുന്ന ഒരു പഠന മാർഗമാണ് ഇത്. ഇനി സർഗാത്മക പഠനതന്ത്രങ്ങളുണ്ട്. എന്താണ് സർഗാത്മക പഠനതന്ത്രങ്ങളെന്ന് നോക്കാം. അല്ലെ, സർഗാത്മക പഠനതന്ത്രങ്ങളുണ്ട്. അപ്പോൾ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് സർഗാത്മകത പ്രവർത്തനങ്ങൾക്കിടം നൽകുന്ന തന്ത്രമാണ് സർഗാത്മക പഠനതന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ സർഗാത്മക പഠനതന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് ഇടം നൽകുന്ന തന്ത്രമാണ് സർഗാത്മക പഠനതന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സർഗാത്മക പഠനതന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങളുണ്ട്. അല്ലേ, സർഗാത്മക പഠനതന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? പാഠഭാഗത്തിലെ ആശയം നാടകമാക്കൽ, അല്ലെ, പാഠഭാഗത്തിലുള്ള ആശയത്തെ നാടകമാക്കുക, റോൾ പ്ലേ മുതലായവ സംഘടിപ്പിക്കുക, പാവനാടകങ്ങൾ നടത്തുക, സംഗീതത്തിൻ്റെ ആവിഷ്കാരം നടത്തുക, ചിത്രങ്ങളുടെ വൽക്കരണം, അല്ലെ, ചിത്രവൽക്കരണം നടത്തുക, നൃത്താവിഷ്കാരം നടത്തുക, ശില്പശാലകൾ നടത്തുക. അപ്പോൾ പാഠഭാഗങ്ങളിലെ ആശയം നാടകമാക്കൽ, റോൾ പ്ലേ, പാവനാടകം, സംഗീത ആവിഷ്കാരം, ചിത്രവൽക്കരണം, നൃത്ത ആവിഷ്കാരം, ശില്പശാലകൾ എന്നിവയൊക്കെ സർഗാത്മക പഠനതന്ത്രങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. ഇനി അഞ്ചാമത്തെ പഠനം എത്തരേണ്ടതാണ് വ്യക്തിഗത പഠനം എന്ന് പറയും. വ്യക്തിഗത പഠനം എന്താണ്? വ്യക്തിഗത പഠനം വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാണ് ഹൊബൈൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബോധന രീതി ശാസ്ത്രജ്ഞനാണ് വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയുടെ പേരാണ് ഹൊബൈൽ. അദ്ദേഹം ഒരു ജർമ്മൻ ബോധന രീതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹൊബൈൽ ആണ് ഈ പറയുന്ന വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത്. സ്വയം പഠിച്ച് മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരങ്ങൾ നൽകാനായിട്ട് വ്യക്തിഗത പഠനം സഹായിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വയം പഠിച്ച് മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരങ്ങൾ നൽകാനായിട്ട് വ്യക്തിഗത പഠനം സഹായിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജർമ്മൻ ബോധന രീതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹൊബൈൽ. സ്വയം വായിച്ച് ആശയം ഗ്രഹിക്കൽ, അല്ലെ, സ്വയം വായിച്ച് ആശയം ഗ്രഹിക്കൽ, റെഫറൻസിങ്, അതുപോലെ തന്നെ വായിച്ച കുറിപ്പ് തയ്യാറാക്കൽ, അല്ലെ, റെഫറൻസായിട്ട് വായിച്ച കുറിപ്പുകൾ തയ്യാറാക്കൽ തുടങ്ങിയ വ്യക്തിഗത പഠനത്തിലൂടെ സാധ്യമാകുന്നവയാണ്. അപ്പോൾ സ്വയം വായിച്ച ആശയം ഗ്രഹിക്കൽ, റെഫറൻസിങ് വായിച്ച, അല്ലെ, റെഫറൻസിൽ വായിച്ച കുറിപ്പുകളൊക്കെ തയ്യാറാക്കുക തുടങ്ങിയവ എന്താണ്? വ്യക്തിഗത പഠനത്തിലൂടെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് സംഘപഠന തന്ത്രങ്ങൾ എന്താണ് എന്ന് നോക്കാം. അല്ലെ, സംഘപഠന തന്ത്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സംഘപഠന തന്ത്രങ്ങൾ സംഘപഠന തന്ത്രങ്ങൾ നോക്കാം. അല്ലെ, സംഘപഠനങ്ങളിലൂടെ അർത്ഥപൂർണമായിട്ട് പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠന തന്ത്രങ്ങളാണ് സംഘപഠന തന്ത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സംഘപഠനങ്ങളിലൂടെ അർത്ഥപൂർണമായിട്ട് പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായിട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠന തന്ത്രങ്ങളാണ് സംഘപഠന തന്ത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
സംഘപഠന തന്ത്രങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സംഘപഠന തന്ത്രങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് സമസംഘ പഠനം എന്ന് പറയും. ഒന്ന് സമസംഘ പഠനം. രണ്ട് സഹകരണാത്മക പഠനം. ഇപ്പോൾ രണ്ടാമത്തേത് എന്താണ്? സഹകരണാത്മക പഠനമാണ് രണ്ടാമത്തേത്. സഹകരണാത്മക പഠനം. ഇനിയുള്ളത് സഹവർത്തിത്വ പഠനം എന്ന് പറയും അല്ലേ. മൂന്നാമത്തേതാണ് സഹവർത്തിത്വ പഠനം. അപ്പോൾ മൂന്ന് രീതിയിൽ പഠനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സംഘപഠനങ്ങളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണെന്നും ഒന്നാമത്തേത് സമസംഘ പഠനമാണെന്നും രണ്ടാമത്തേത് സഹകരണാത്മക പഠനമാണെന്നും മൂന്നാമത്തേത് സഹവർത്തിത്വ പഠനമാണെന്നുമാണ് പറയുന്നത്. ഇനി ഇതിൽ ആദ്യത്തെ സമസംഘ പഠനത്തെക്കുറിച്ചൊന്ന് നോക്കാം അല്ലേ. സമസംഘ പഠനം എന്താണ്? സമസംഘ പഠനം അഥവാ പീർ ലേണിംഗ് എന്താണ് എന്ന് നോക്കാം അല്ലേ. സമാന താല്പര്യമുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന പ്രക്രിയയെ ആണ് നമ്മളെന്ന് വിളിക്കുന്നത് സമസംഘ പഠനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമാന താല്പര്യങ്ങളുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിനായിട്ട് പരസ്പരം ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവയൊക്കെ നടത്തുന്ന പഠന പ്രക്രിയയെ ആണ് സമസംഘ പഠനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി സഹകരണാത്മക പഠനം അഥവാ കോഓപ്പറേറ്റീവ് ലേണിംഗ് ഉണ്ട്. എന്താണ് സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്? ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പഠന സംവിധാനം, അതിനെയാണ് നമ്മൾ സഹകരണാത്മക പഠനം അഥവാ സഹകരണാത്മക പഠനത്തിൻ്റെ മികവുകളെന്ന് പറയുന്നത്. അപ്പോൾ സഹകരണാത്മക പഠനം എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പഠന സംവിധാനമാണ് സഹകരണാത്മക പഠനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സഹകരണാത്മക പഠനത്തിൻ്റെ മികവുകൾ എന്തെല്ലാമെന്ന് നോക്കാം അല്ലേ. എന്താണ് ഒന്നാമത്തേത്? പഠന സംഘത്തെ വികസിപ്പിക്കുന്നതിനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. അപ്പോൾ പഠന സംഘത്തെ വികസിപ്പിക്കുന്നതിനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ പ്രത്യേകത. അടുത്തത് പഠന വിഷയങ്ങളിലുള്ള നൈപുണ്യം പരസ്പരം പങ്കുവയ്ക്കലിൻ്റെ മൂല്യവും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അല്ലേ. പഠന വിഷയങ്ങളിലുള്ള നൈപുണ്യം പരസ്പരം പങ്കുവയ്ക്കലിൻ്റെ മൂല്യവും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പിന്നെയോ സഹകരണാത്മക പഠനത്തിൽ പഠിതാക്കൾ പരസ്പരം ക്രിയാത്മക ചർച്ചകൾ നടത്തുകയും പഠിക്കാനുള്ളവ ഒന്നിച്ചു പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സഹകരണാത്മക പഠനത്തിലെ പഠിതാക്കൾ പരസ്പരം ക്രിയാത്മക ചർച്ചകൾ നടത്തുകയും പഠിക്കാനുള്ളവ ഒന്നിച്ചു പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇനി സഹവർത്തിത്വ പഠനമുണ്ട്. സഹവർത്തിത്വ പഠനം അതെന്താണ്? കൊളാബറേറ്റീവ് ലേണിംഗ് എന്നാണ് പറയുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗ് അഥവാ സഹവർത്തിത്വ പഠനമാണ്. അതായത് രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള ഒരു സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനം എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള ഒരു സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വ്യക്തിഗത പഠനത്തേക്കാൾ സഹവർത്തിത്വ പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരം ദീർഘകാലം പഠിതാവിൽ നിലനിൽക്കുന്നതാണ്. വ്യക്തിഗത പഠനത്തേക്കാൾ സഹവർത്തിത്വ പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരങ്ങൾ ദീർഘകാലം പഠിതാവിൽ നിലനിൽക്കുന്നതാണ്. ഇനി സഹവർത്തിത്വ പഠനത്തിൻ്റെ മികവുകൾ എന്തെന്ന് നോക്കാം അല്ലേ. സഹവർത്തിത്വ പഠനത്തിൻ്റെ മികവുകൾ എന്തെല്ലാമാണ്? ചിന്താശേഷി, ഓർമ്മശേഷി, ആത്മവിശ്വാസം, ഭാഷണശേഷി, സാമൂഹ്യ ഇടപെടൽ ശേഷി, വ്യക്തിയാന്തരബന്ധം എന്നിവ വികസിക്കുന്നതിന് കാരണമാകുന്നതാണ് സഹവർത്തിത്വ പഠനത്തിൻ്റെ മികവുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സഹവർത്തിത്വ പഠനത്തിൻ്റെ മികവുകൾ എന്തെല്ലാമാണ്? ചിന്താശേഷി, ഓർമ്മശക്തി, ആത്മവിശ്വാസം, ഭാഷണശേഷി, സാമൂഹ്യ ഇടപെടൽ ശേഷി, വ്യക്തിയാന്തര ബന്ധം എന്നിവ വികസിക്കുന്നതിന് കാരണമാകുന്നതാണ് സഹവർത്തിത്വ പഠനത്തിൻ്റെ മികവുകളെന്ന് പറയുന്നത്. വിമർശനാത്മക ചിന്ത ഉദ്ദീപിപ്പിക്കുകയും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ആശയവ്യക്തത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സഹവർത്തിത്വ പഠനത്തിൻ്റെ മറ്റൊരു മേന്മ എന്ന് പറയുന്നത്. സഹവർത്തിത്വ പഠനത്തിൻ്റെ മറ്റൊരു മേന്മ ഇതാണ്: വിമർശനാത്മക ചിന്ത ഉദ്ദീപിപ്പിക്കുകയും ചർച്ചകളിലൂടെയും സംവാദത്തിലൂടെയും ആശയ വ്യക്തത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നതാണ്. പ്രശ്നപരിഹരണത്തിന് നൂതനമായ പരിഹാരങ്ങൾ ഇവിടെ കണ്ടെത്തുന്നുണ്ട് അല്ലേ. പ്രശ്നപരിഹരണത്തിന് നൂതനമായ പരിഹാരങ്ങൾ ഇവിടെ കണ്ടെത്തുന്നുണ്ട്. ഇനി ജ്ഞാനനിർമ്മിതിവാദ സമീപനവുമായിട്ട് യോജിച്ചു പോകുന്നതുമാണ് ഈ പറയുന്ന പഠന രീതി എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനനിർമ്മിതിവാദ സമീപനവുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നാണ് ഈ പഠന രീതി എന്ന് പറയുന്നത്. പഠിതാക്കൾക്ക് പരസ്പരം സഹായിക്കാനും വികസിക്കാനും ഉത്തരവാദിത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ പഠിതാക്കൾക്ക് പരസ്പരം സഹായിക്കാനും വികസിക്കുവാനും ഉത്തരവാദിത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി പഠനശൈലിയിലുള്ള വ്യത്യാസമുണ്ട് അല്ലേ. പഠനശൈലിയിലുള്ള വ്യത്യാസം അഭിസംബോധന ചെയ്യുകയും നൂതന പഠന രീതികളും തന്ത്രങ്ങളും വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. അപ്പോൾ പഠനശൈലിയിലുള്ള വ്യത്യാസം അഭിസംബോധന ചെയ്യുകയും നൂതന പഠന രീതികളും തന്ത്രങ്ങളും വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സംഘപഠനത്തിനായിട്ട് പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ശേഷികൾ എന്തെല്ലാമാണ് അല്ലേ. സംഘപഠനത്തിനായിട്ട്
പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ശേഷികൾ എന്തെല്ലാമാണ്? സംഘപഠനത്തിനായിട്ട് പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ശേഷികൾ എന്ന് പറയുന്നത് ഒന്ന് പങ്കുവയ്ക്കാനുള്ള ശേഷിയാണ്. ഒന്നാമത്തേത് പങ്കുവയ്ക്കാനുള്ള ശേഷിയാണ്. രണ്ടാമത്തേത് പങ്കാളിത്ത ശേഷിയാണ്. രണ്ടാമത്തെ ശേഷി എന്ന് പറയുന്നത് പങ്കാളിത്ത ശേഷി അഥവാ പാർട്ടിസിപ്പേഷൻ സ്കിൽസാണ്. ഒന്നാമത്തെ പങ്കുവയ്ക്കാനുള്ള ശേഷി അഥവാ ഷെയറിംഗ് സ്കിൽസ് ആണെങ്കിൽ രണ്ടാമത്തെ പങ്കാളിത്ത ശേഷി അഥവാ പാർട്ടിസിപ്പേഷൻ സ്കിൽസാണ്. മൂന്നാമത്തേത് ആശയവിനിമയ ശേഷികൾ അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് മൂന്നാമത്തേത് ആശയവിനിമയ ശേഷിയാണ്. ആശയവിനിമയ ശേഷി അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. നാലാമത്തേത് ശ്രവണശേഷികളാണ്. ശ്രവണശേഷികൾ അഥവാ ലിസണിംഗ് സ്കിൽസ് എന്ന് പറയും. ശ്രവണശേഷികൾ അഥവാ ലിസണിംഗ് സ്കിൽസ് എന്ന് പറയുന്നു. ഇനിയുള്ളത് സഹകരണാത്മക പഠനമാണ്. സഹകരണാത്മക പഠനം എന്താണ്? സഹകരണാത്മക പഠനമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് സ്ട്രക്ചേർഡ് ആക്ടിവിറ്റിയാണ്. ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സഹകരണാത്മക പഠനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്ട്രക്ചേർഡ് ആക്ടിവിറ്റി അഥവാ ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സഹകരണാത്മക പഠനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കുട്ടികളെ ചെറുസങ്കര സംഘങ്ങളാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ ചെറുസങ്കര സംഘങ്ങളാക്കി മാറ്റുന്നു എന്ന പ്രത്യേകതയാണ് ഇവിടെയുള്ളത്. പഠനാശയത്തെക്കുറിച്ചും പ്രവർത്തന ഘട്ടങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ഒരേപോലെ തന്നെ ധാരണയുണ്ടാകുന്നതാണ് ഇവിടെ. പഠനാശയത്തെക്കുറിച്ചും പ്രവർത്തന ഘട്ടങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ഒരേപോലെ ധാരണയുണ്ടാകും. അതായത് ഷെയർഡ് വിഷൻ ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും ഒക്കെ ഇവിടെ പങ്കുവയ്ക്കാറുണ്ട്. ഇനി പഠന ലക്ഷ്യം, ചുമതല ഇവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾക്ക് കൂടി അവസരം നൽകുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടം. ഏത്? സഹകരണാത്മക ഘട്ടം എന്ന് പറയുന്നത്. അതായത് പഠന ലക്ഷ്യം, ചുമതല എന്നിവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾക്ക് കൂടി അവസരം കിട്ടുകയാണ്. ഇനി നമുക്ക് എന്താണ് സഹവർത്തിത്വ പഠനം എന്താണെന്ന് നോക്കാം. സഹവർത്തിത്വ പഠനം എന്താണ്? ഒരു സംഘം പഠിതാക്കൾ ഒത്തൊരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സഹവർത്തിത്വ പഠനം എന്ന് പറയുന്നത്. സങ്കരസംഘം ഒരു പൊതുലക്ഷ്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നു, അതും ഈ സഹവർത്തിത്വ പഠനത്തിലാണ്. താൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് മാത്രം അവർക്ക് ധാരണയുണ്ട്. താൻ എന്താണ് ചെയ്യുന്നത്, തൻ്റെ പ്രവർത്തനം എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുന്നുണ്ട്. അധ്യാപകനൊരു സഹായി എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈ പറയുന്ന സഹവർത്തിത്വ പഠനത്തിൽ. സഹവർത്തിത്വ പഠനത്തിൽ അധ്യാപകൻ വെറും ഒരു സഹായി എന്ന നിലയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ തന്നെ നിശ്ചയിക്കുന്ന സമ്പ്രദായവുമാണ് ഇത്. പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ തന്നെ നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? പ്രധാനപ്പെട്ട പഠനതന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ബാസിസ് അക്കാഡമി നൽകുന്ന ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്